പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ. സ്വർഗീയ പിതാവേ, അങ്ങയുടെ വലിയ സ്നേഹത്തിലും കരുണയിലും അങ്ങയുടെ മക്കളായി ഞങ്ങളെ ചേർത്ത് പിടിച്ചുകൊണ്ട് വലിയ പ്രത്യാശയിലും സ്നേഹത്തിലും അങ്ങയുടെ സാന്നിധ്യം അനുഭവിച്ചുകൊണ്ട് പ്രാർത്ഥിക്കാൻ അങ്ങ് ഞങ്ങളെ അനുഗ്രഹിക്കുന്നതിനോട് ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു. ദിവസം കൂടി നൽകി ഞങ്ങളെ ഇവിടെ നിന്ന് അനുഗ്രഹിച്ചിരിക്കുമ്പോൾ അങ്ങയുടെ മക്കളെ അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഈശോയുടെ നാമത്തില് അങ്ങനെ പരമേൽപ്പിച്ചിരിക്കുന്ന പൗരോഹിത്യ അധികാരത്തില് ഈ പ്രാർത്ഥനയെ പങ്കെടുത്തുകൊണ്ടിരിക്കുന്ന എല്ലാ മക്കളെയും, ഈ മക്കൾ ആർക്കൊക്കെ വേണ്ടി പ്രാർത്ഥിക്കുന്നുവോ, ഏതെല്ലാം മേഖലകൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നുവോ, ആ മക്കൾക്കും ആ മേഖലകളുടെ എല്ലാം മേൽ അങ്ങയുടെ ശക്തമായ കൃപയും ഇടപെടലും ശക്തിയും അങ്ങ് പ്രകടമാക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. പ്രത്യേകം കർത്താവേ, ഞങ്ങളുടെ മക്കളെ അങ്ങയുടെ കരങ്ങളിലേക്ക് സമർപ്പിക്കുന്നു. ഞങ്ങളുടെ കുടുംബാംഗങ്ങളെ അങ്ങയുടെ തിരുമുമ്പിലേക്ക് പരമേൽപ്പിക്കുന്നു. അങ്ങയുടെ അഭിഷേകവും ശക്തിയും നിറച്ചു നൽകി അനുഗ്രഹിക്കണമേ. രോഗികളായ മക്കളെ സമർപ്പിക്കുന്നു. വേദനിക്കുന്ന മക്കളെ സമർപ്പിക്കുന്നു. ഭയന്നിരിക്കുന്ന മക്കളെ സമർപ്പിക്കുന്നു. പൈശാചിക പീഡകൾക്ക് അടിമപ്പെട്ട് സാത്താന്റെ കെണിയിലും വലയിലും കുരുങ്ങിപ്പോയ മക്കളെ സമർപ്പിക്കുന്നു. അങ്ങയുടെ സർവാധിപത്യവും അങ്ങയുടെ സർവശക്തിയും അങ്ങയുടെ ഇടപെടലും അങ്ങയുടെ മക്കളുടെ കാര്യത്തിൽ ഉണ്ടാകട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. പ്രിയപ്പെട്ട ദൈവമക്കളെ, കർത്താവിന്റെ വലിയ കരുണയിൽ ഇന്ന് ഈശോ നമുക്ക് നൽകാൻ ആഗ്രഹിക്കുന്ന വലിയൊരു ഓർമ്മപ്പെടുത്തലും സന്ദേശവും, മക്കൾ പിതാവിനെ അറിഞ്ഞ് അപ്പന്റെ അടുത്തേക്ക് വരണം. വിശുദ്ധ ലൂക്കായുടെ സുവിശേഷം നമ്മൾ കാണുന്നുണ്ട്. ആ 3 ഉപമകളില്, ആ ധൂർത്തപുത്രന്റെ ഉപമയില് അപ്പനെ അറിയുന്ന ഒരു മകൻ, അവനറിയാം അപ്പനെ കുറിച്ച്. അതുകൊണ്ട് അവൻ അപ്പനെ വിട്ട് പോയെങ്കിലും പിന്നീട് അവന് അപ്പനെ കുറിച്ചുള്ള അറിവിൽ നിന്ന് ഒരു സുബോധമുണ്ടായി. എന്നിട്ട് അവൻ തിരിച്ചു വരും. അവൻ തിരിച്ചു വരണമെങ്കിൽ ഈ അപ്പന്റെ സ്നേഹം, അപ്പന്റെ കരുണ, അപ്പൻ ഉപേക്ഷിക്കത്തില്ല എന്നുള്ള ഒരു ഉറപ്പ് അവനുണ്ട്. ഇന്ന് നമ്മൾ അതിനു വേണ്ടിയാണ് നമ്മുടെ മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നത്. അനേക മക്കൾ പറയാറുണ്ട്, അച്ഛാ, ഞാൻ ഇങ്ങനെയൊക്കെ ചെന്ന് പെട്ടുപോയി, ഇത്രമാത്രം പാപങ്ങൾ ചെയ്തു, എല്ലാം നശിപ്പിച്ചു, എല്ലാം കുളം തോണ്ടി, ഇന്ന് രക്ഷപ്പെടാൻ പറ്റണില്ല, ഞാൻ ആകെപ്പാടെ ചീഞ്ഞ് നാറിയ അവസ്ഥയിലാണ്, അടിമത്തത്തിലാണ്, ദുശ്ശീലക്ക് അടിമപ്പെട്ട് കിടക്കുക, എനിക്ക് രക്ഷപ്പെടാൻ പറ്റുമോ? എന്റെ പാപം ദൈവം ക്ഷമിക്കുമോ? എന്റെ പ്രിയപ്പെട്ട മക്കളെ, ഈ ധൂർത്തപുത്രൻ നമുക്കറിയാം, എല്ലാം നശിപ്പിച്ച് ചീഞ്ഞ് തകർന്ന് പന്നികൾക്കിടയിൽ പന്നി തിന്ന ഭക്ഷണം പോലും കിട്ടാതെ അതുപോലെ പോകാന്ന് പറഞ്ഞാൽ ഒരു മനുഷ്യന് എന്തുമാത്രം അധപ്പതിക്കാമോ അത്രമാത്രം അധപ്പതിച്ചു പോയി. ഈ നോമ്പ് കാലത്തില് എന്റെ പ്രിയപ്പെട്ട മക്കളെ, കുടിശിൽ കിടന്നൊരു നിലവിളിയുണ്ട്, എനിക്ക് ദാഹിക്കുന്നു മക്കളെ എന്നുള്ള നിലവിളി. ഈശോയുടെ ദാഹം ആത്മാക്കൾക്ക് വേണ്ടിയൊരു ദാഹമാണ്. ഈശോയുടെ ദാഹം നമ്മുടെ പാപത്തെ ഏറ്റെടുക്കാനുള്ള ദാഹമാണ്. ഈശോയുടെ ദാഹം ഏത് പാപിയെയും വിശുദ്ധീകരിച്ച് രക്ഷിക്കാനുള്ള ദാഹമാണ്. കാരണം കുരിശിൽ ഈശോ അതിനുവേണ്ടിയ രക്തം ചിന്തി, മുറിവേറ്റ്, പീഡാസഹനങ്ങൾ ഏറ്റെടുത്ത് പിടഞ്ഞ് മരിക്കണത് അതിനുവേണ്ടിയാണ്. നമ്മൾ ആരും നശിച്ചു പോകാതെ രക്ഷ പ്രാപിക്കാൻ വേണ്ടി ഏകജാതനെ തരാൻ മാത്രം സ്നേഹിച്ച ആ അപ്പനെ, അപ്പന്റെ ഏകജാതനെ, അപ്പന്റെ കരുണയെ നമ്മൾ സ്വീകരിക്കണം. നമ്മുടെ മക്കള് ഈ ഒരു അപ്പനെ അറിഞ്ഞ്, അപ്പന്റെ സ്നേഹം അറിഞ്ഞ്, അപ്പന്റെ കരുണയറിഞ്ഞ് ജീവിച്ചാൽ, അറിഞ്ഞോ അറിയാതെയോ എവിടെ ചെന്ന് പെട്ടാലും നമ്മുടെ മക്കൾക്കൊരു സുബോധം ഉണ്ടാവും. ലൂക്ക 15:17, അപ്പോൾ അവന് സുബോധം ഉണ്ടായി. തിരിച്ചു വരൂ, അപ്പനെ അറിയണം. അതുകൊണ്ട് നമ്മുടെ മക്കള് ഈ അപ്പനെ അറിയാൻ വേണ്ടി പറഞ്ഞു കൊടുക്കണം. മക്കളെ, നമ്മൾ സ്നേഹിക്കുന്ന പിതാവായ ദൈവമുണ്ട്. എത്ര പാപം ചെയ്താലും തിരിച്ചു വന്നാൽ കരുണ കാണിക്കുന്ന ഒരു അപ്പനുണ്ട്. നിങ്ങൾ പേടിക്കണ്ട, സാരില്ല. ആ അപ്പന്റെ സ്നേഹം, അപ്പന്റെ വാത്സല്യം, അപ്പന്റെ കരുണ ഇന്ന് ആരെ കൊടുക്കണ്ടേ? ഒരു അപ്പൻ കൊടുക്കണം, ഒരമ്മ കൊടുക്കണം, ഒരു വൈദികന് കൊടുക്കണം.
എന്നിട്ട് ആ മക്കളെ അപ്പന്റെ സ്നേഹത്തിലേക്ക് ആനയിക്കണം. ഇന്ന് സത്യം പറഞ്ഞ അപ്പനെ അറിയാത്ത മക്കളാ ഒത്തിരിയേറെ പേര്. അത് മക്കൾ മാത്രമല്ല, വൈദികർക്കും ഈ അപ്പനെ അറിയില്ല, ചില പിതാക്കന്മാർക്കും ഈ അപ്പനെ അറിയില്ല, സിസ്റ്റേഴ്സിനും പലർക്കും ഈ അപ്പനെ അറിയില്ല. അതുകൊണ്ട് അപ്പനെ വിളിച്ച് ഇടപെടുത്തിക്കാൻ, അപ്പന്റെ കരുണയിലേക്ക് തിരിഞ്ഞാൽ രക്ഷപ്പെടുമെന്നുള്ള ഉറപ്പില്ലാതെ അപ്പൻ ക്ഷമിക്കും, അപ്പൻ കരുണ കാണിക്കും. നോക്കേ, അപ്പൻ ഇങ്ങനെ കണ്ണും നട്ടിരിക്കുക. അമ്മകൻ ദൂരെ വെച്ച് കാണണമെങ്കിൽ ഈ അപ്പൻ കണ്ണും നട്ട് കണ്ണിൽ എണ്ണയൊഴിച്ചെന്ന പോലെ കാത്തിരിക്കുന്ന ഒരപ്പൻ. ഈ അപ്പനാ നമ്മുടെ സ്വർഗസ്ഥനായ പിതാവ്. ഈ ഈശോയ കുരിശിൽ കിടന്ന് നമുക്ക് വേണ്ടി നിലവിളിക്കുന്ന ആ കരുണയാണ് മക്കളെ ഈ നോമ്പ് കാലത്ത് നമ്മളൊക്കെ ധ്യാനിക്കുന്ന പീഡാസഹനങ്ങളുടെ കർത്താവിന്റെ കരുണയുടെ ആ വലിയ പ്രവൃത്തികൾ നമ്മൾ ധ്യാനിക്കുമ്പോ ഈ അപ്പനെ നമ്മൾ അറിയണം, ഈ കരുണയെ നമ്മൾ അറിയണം. നമ്മൾ അതിനുവേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കുകയാണ്. പ്രിയപ്പെട്ട ദൈവമക്കളെ, നമ്മൾ ഈ വർഷം 2026 ദൈവ കരുണയുടെ തിരുനാള് കാർമൽ ധ്യാന കേന്ദ്രത്തില് പുതു ഞായറാഴ്ച നമ്മൾ ദൈവ കരുണയുടെ തിരുനാള് അതിശക്തമായിട്ട് നമ്മൾ തിരിച്ചറിവോടെ ആഘോഷിക്കണം. ദുഃഖ വെള്ളിയാഴ്ച മുതൽ ആരംഭിക്കുന്ന നൊവേന, അതിലൊക്കെ സജീവമായി പങ്കെടുക്കാനും നമ്മുടെ മക്കൾക്ക് വേണ്ടി, നമ്മുടെ കുടുംബങ്ങൾക്ക് വേണ്ടി അപ്പനെ അറിയുന്ന, അപ്പന്റെ കരുണ അറിയുക മാത്രമല്ല അത് സ്വന്തമാക്കുന്ന വലിയൊരു അഭിഷേകം. പറഞ്ഞില്ലേ, വിശുദ്ധ ഫൗസ്ത്യനായോട്, ഒരുവന്റെ പാപം ഈ ഭൂമിയിലെ എല്ലാ മണൽത്തിരികളെക്കാളും അധികമായി കൊള്ളട്ടെ, തിരിച്ചു വരണം എന്റെ കരുണയിലേക്ക്, ഞാൻ കരുണ കാണിക്കണം. ഈ അപ്പന്റെ സ്നേഹം പറയണ്ടേ മക്കളെ? ഈ അപ്പന്റെ കരുണ മക്കളിലേക്ക് പകർന്നു കൊടുക്കണ്ടേ? കുറ്റബോധത്താൽ നീറുന്ന മക്കള്, എല്ലാം നഷ്ടപ്പെട്ടു എന്ന് കരുതുന്ന മക്കള്, എനിക്ക് ജീവിതമില്ലെന്ന് ചിന്തിക്കുന്ന മക്കള്, ഈ മക്കൾക്കൊക്കെ ഒറ്റ സന്ദേശമുള്ളൂ: അപ്പന്റെ സ്നേഹം, അപ്പന്റെ കരുണ, അപ്പന്റെ ആ വാത്സല്യം, അപ്പന്റെ കാത്തിരിപ്പ്. ഇത് നമ്മൾ പറയണം, പറയേണ്ട പോലെ പറയണം. അത് മക്കൾക്ക് ഇൻജക്ട് ചെയ്ത് കൊടുക്കണം. ഈ അപ്പന്റെ സ്നേഹം നമ്മിലൂടെ നമ്മുടെ മക്കൾ അനുഭവിക്കണം. ഇന്ന് അപ്പൻ എന്ന് പറയുമ്പോ ചില മക്കൾക്ക് സ്വന്തം അപ്പനെ ഓർക്കുമ്പോ സങ്കടമാണ്. അപ്പന്റെ ദേഷ്യം, അപ്പന്റെ വാശി, അപ്പന്റെ ശാപവും പ്രാക്കും എണ്ണിപ്പറക്കലും പീഡനങ്ങളും ഒക്കെ, അതല്ല അപ്പൻ. നമ്മുടെ അപ്പൻ സ്വർഗസ്ഥനായ പിതാവ്. ഈ അപ്പനെ അറിഞ്ഞ്, അപ്പനെ ചേർത്ത് പിടിച്ച് അപ്പന്റെ മക്കൾ ജീവിക്കണം. എന്തു പറ്റിയാലും അവിടെയും നമുക്ക് സ്നേഹം തരാൻ, പുതിയ വസ്ത്രം തരാൻ, പുതിയ പാദരക്ഷകൾ തരാൻ, വിരുന്നൊരുക്കി ആഘോഷിക്കാൻ കാത്തിരിക്കുന്ന അപ്പനുണ്ട്. ആ അപ്പന്റെ മക്കളാണ് നമ്മളൊക്കെ. അത് പറഞ്ഞു കൊടുക്കണം, അത് അനുഭവിക്കണം, അതിനുവേണ്ടി പ്രാർത്ഥിക്കണം. നമ്മുടെ അതിനുവേണ്ടി പ്രാർത്ഥിക്കാൻ പോകുന്നത് നമ്മുടെ മക്കള് അപ്പന്റെ സ്നേഹം അറിഞ്ഞ് വേറെ എവിടെ പോയാലും നശിച്ചു പോകും. അങ്ങനെ നശിച്ചു പോയ അനേക മക്കള് പന്നിക്കൂട്ടില്, കൂട്ടുകെട്ടില്, മ്ലേച്ഛതയില്, ചില കെണികളില്, ചില വലകളിൽ കുരുങ്ങി അശുദ്ധിയില്, വ്യഭിചാരത്തില് അടിഞ്ഞു കിടക്കുന്ന അനേക മക്കളുണ്ട്. സുബോധം ഈ മക്കൾക്ക് ഉണ്ടാകട്ടെ. പ്രാർത്ഥിക്കാം നമുക്ക് അതിനു വേണ്ടി. അപ്പനെ അറിഞ്ഞ് സുബോധത്തോടെ എഴുന്നേറ്റ് അപ്പന്റെ അരികിലേക്ക് തിരിച്ചു വന്ന് സ്വർഗത്തിനെതിരായും അപ്പന്റെ മുമ്പിൽ പാപം ചെയ്തെന്ന് പറഞ്ഞ് ആ കരുണ തിരിച്ചു പിടിക്കാൻ, ആ പുത്ര സ്വീകാര്യത തിരിച്ചു പിടിക്കാൻ നമ്മുടെ മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. പക്ഷെ നമ്മുടെ മക്കളെ അനുഗ്രഹിക്കട്ടെ. നമുക്കും അതിനുവേണ്ടി പ്രാർത്ഥിക്കാം. കുമ്പസാരിച്ച് തിരിച്ചു വന്ന് കർത്താവിന്റെ കരുണ സ്വന്തമാക്കിയെടുക്കാൻ ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കാം. ഈശോ അനുഗ്രഹിക്കട്ടെ. നോമ്പിന്റെ എല്ലാ ചൈതന്യവും കൃപകളും ഉൾക്കൊണ്ടുകൊണ്ട് ആ വലിയ സ്നേഹത്തിലേക്ക് കടന്നു വരുവാൻ നമുക്കിടയാകട്ടെ. ദൈവ കരുണയുടെ തിരുനാളിന് വേണ്ടി ഇപ്പോൾ തന്നെ നമുക്ക് പതുക്കെ പ്രാർത്ഥിച്ച് ഒരുങ്ങാം. മക്കളെ ഒരുക്കാം, നമ്മുടെ കുടുംബത്തെ ഒരുക്കാം. ഈശോ അനുഗ്രഹിക്കും മക്കളെ. ആമേൻ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യ ഈശോയ്ക്ക് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ദിവ്യകാരുണ്യ ഈശോയെ, അങ്ങയുടെ വലിയ ആഗ്രഹമാണ്, ഇഷ്ടമാണ്, മനസ്സാണ് പിതാവിന്റെ സ്നേഹം മക്കൾ അറിയണമെന്നുള്ളത്. അതുകൊണ്ട് പിതാവിനെ വെളിപ്പെടുത്തി കൊടുത്തുകൊണ്ട് പിതാവിന്റെ സ്നേഹവും കാത്തിരിപ്പും അങ്ങയുടെ മക്കൾക്ക് സുവിശേഷത്തെ ഒത്തിരി വട്ടം പറഞ്ഞു കൊടുത്തു. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ എന്ന് വിളിച്ച് പ്രാർത്ഥിക്കാൻ അങ്ങ് ഞങ്ങളെ പഠിപ്പിച്ചു. ധൂർത്തപുത്രന്റെയും
നഷ്ടപ്പെട്ടു പോയ നാണയത്തിന്റെയും നഷ്ടപ്പെട്ടു പോയ ആടിന്റെയും ഒക്കെ ഉപമകളിലൂടെ ഞങ്ങൾക്ക് വേണ്ടി കാത്തിരിക്കുന്ന നല്ല അപ്പന്റെ കരുണയും സ്നേഹവും അങ്ങ് ഞങ്ങൾക്ക് നൽകി. ഈശോയെ, അത് മനസ്സിലാക്കാൻ പറ്റാതെ പോയ അനേകം മക്കളുണ്ട്. ഞങ്ങൾ ഒത്തിരി മക്കള് ചിലപ്പോൾ അബദ്ധം ചെന്ന് പെട്ടു, വഴിതെറ്റിപ്പോയി, ഒത്തിരി നഷ്ടങ്ങൾ സംഭവിച്ചു. എന്നോട് ദൈവം ക്ഷമിക്കോ, എനിക്ക് തിരിച്ചു വരാൻ പറ്റോ, എനിക്ക് ജീവിതമുണ്ടോ? കർത്താവ് അങ്ങനെയൊക്കെ വേദനിച്ച് സങ്കടപ്പെടുന്ന ഒത്തിരിയേറെ മക്കളുണ്ട്. കർത്താവ് ഏതവസ്ഥയിലാണേലും കരുണ കാണിക്കുന്ന നല്ല അപ്പന്റെ ആ സ്നേഹത്തിലേക്ക് ഓടിയണയാൻ ഞങ്ങളുടെ മക്കളെല്ലാവരെയും തിരുമുമ്പിൽ ഞങ്ങൾ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. അപ്പനെ അറിഞ്ഞ് അപ്പന്റെ സ്നേഹം അനുഭവിച്ച് അപ്പനിലേക്ക് തിരിച്ചു വരാൻ ഞങ്ങളുടെ മക്കൾക്കിടയാകട്ടെ. ഞങ്ങളെ സമർപ്പിക്കുന്ന കർത്താവേ, ഞങ്ങളുടെ ജീവിത പങ്കാളികൾ, സ്നേഹമില്ലാത്ത കുടുംബം, വിശ്വാസമില്ലാത്ത പ്രിയപ്പെട്ടവർ. ചില അമ്മച്ചിമാര് പറയും, അച്ഛാ എന്റെ കുടുംബത്തിലെ ഭർത്താവ് പ്രാർത്ഥിക്കില്ല, ആരും പ്രാർത്ഥിക്കില്ല, ഞാൻ മാത്രമേ പ്രാർത്ഥിക്കുന്നുള്ളൂ. കർത്താവ് എല്ലാ കുടുംബങ്ങളെ സമർപ്പിക്കുന്നു. ഈ പ്രാർത്ഥനയിൽ പങ്കെടുക്കുന്ന എല്ലാ മക്കളെയും അവരുടെ കുടുംബങ്ങളെയും ജീവിത പങ്കാളി, മക്കള്, സഹോദരങ്ങള്, പേരക്കിടാങ്ങള് എല്ലാവരെയും സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. മുടങ്ങാതെ എല്ലാ ദിവസവും ഒരേ കാര്യത്തിനു വേണ്ടി പ്രാർത്ഥിക്കുന്ന അനേകം മക്കളുണ്ട് കർത്താവ് ഈ സമൂഹത്തിൽ, ഈ കൂട്ടായ്മയിൽ. അവരെല്ലാവരെയും സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. അപ്പന്റെ സ്നേഹം അറിയട്ടെ. ആ സ്നേഹമാണല്ലോ ഈശോയെ അങ്ങ് ദിവ്യകാരുണ്യമായിട്ട് മാറിയതിന്റെ അടിസ്ഥാനം. ആ അപ്പന്റെ സ്നേഹമാണല്ലോ. ആ സ്നേഹം അറിയാൻ, ആ സ്നേഹം അനുഭവിക്കാൻ കർത്താവേ എല്ലാവർക്കും ഇടയാകട്ടെ. സമർപ്പിച്ച് പ്രാർത്ഥിക്കും മക്കളെ. നമ്മുടെ മക്കള് അപ്പനെ അറിഞ്ഞ് ഈശോയുടെ സ്നേഹം അനുഭവിച്ച് ഈശോയെ സ്വന്തമാക്കി ആരും നശിച്ചു പോകാതെ രക്ഷ പ്രാപിക്കണമെന്ന് മാത്രം ആഗ്രഹിക്കുന്ന അപ്പൻ അതിനുവേണ്ടി നമുക്ക് തന്നത് ഈശോയാണ്. ഈശോയെ സ്വീകരിക്കാൻ, അപ്പനിലേക്ക് തിരിച്ചു വരാൻ എല്ലാ മക്കൾക്കും ഇടയാകട്ടെ. അവിടെ മാത്രമേ രക്ഷയുള്ളൂ, വേറെ എവിടെ രക്ഷയില്ല. ഈശോ ഉണ്ടെങ്കിൽ ബാക്കിയെല്ലാം ഉണ്ട്. ഫിലിപ്പിയർ 4:13 എന്നെ ശക്തനാക്കുന്നവരിലൂടെ എനിക്കെല്ലാം സാധ്യമാണ്. 4:19 എൻ്റെ ദൈവം തൻ്റെ മഹത്വത്തിന്റെ സമ്പന്നതയിൽ നിന്ന് യേശു ക്രിസ്തു വഴി നിങ്ങൾക്ക് ആവശ്യമായതെല്ലാം നൽകും. വാഗ്ദാനങ്ങൾ സംഭവിക്കട്ടെ. അങ്ങനെയൊക്കെ തിരിച്ചു വരുവാൻ ഞങ്ങളുടെ മക്കൾക്ക് എല്ലാവർക്കും ഇടയാകട്ടെ. എല്ലാ കൃപകൾക്കും അനുഗ്രഹങ്ങൾക്കും വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ട് ഈശ്വരാശീർവാദത്തിനായിട്ട് നമുക്ക് ഈ സമയം പ്രാർത്ഥിക്കാൻ. എൻ്റെ മക്കളെ, പരിശുദ്ധ ശരീരത്താലും വിലയേറിയ രക്തത്താലും പാപത്തിൻ കറകളിൽ നിന്നും മർത്യനുനീ മോചനമേകി സകലേശാ ദിവ്യ കടാക്ഷം തൂഗണമേ വത്സല സുതരിൽ നിർമ്മലരായി ജീവിച്ചിടുവാൻ ചിന്തണമേ ദിവ്യവരങ്ങൾ. കർത്താവേ, എല്ലാ ദിവ്യവരങ്ങളും ചിന്തിക്കൊണ്ട് അപ്പന്റെ സ്നേഹത്തിലേക്ക് തിരിച്ചറിയാൻ, തിരിച്ചു വരാൻ, ആ തിരിച്ചറിവോടെ അപ്പന്റെ സ്നേഹം അനുഭവിക്കാൻ ഞങ്ങളുടെ മക്കളെ അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ആ സ്നേഹമായ കർത്താവിന്റെ കരുണയുടെ ആശീർവാദം എല്ലാ മക്കൾക്കും വേണ്ടി പ്രാർത്ഥിച്ചേ. ഹല്ലേലൂയ. കുടുംബാംഗങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചേ. ജീവിത പങ്കാളിക്ക് വേണ്ടി, മാതാപിതാക്കൾക്ക് വേണ്ടി, മക്കൾക്ക് വേണ്ടി, പേരക്കിടാങ്ങൾക്ക് വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കും. മക്കളെ, ഇതാ കൃപ ഒഴുകുന്നു. ദിവ്യകാരുണ്യത്തിൽ നിന്ന് വരങ്ങളും കൃപകളും ചൊരിയപ്പെടുന്നു. നന്ദിയോടെ സ്വീകരിക്കാം. ഹല്ലേലൂയ. യേശുവേ, പരിശുദ്ധ പരമ ദിവ്യകാരുണ്യ ഈശോയ്ക്ക് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ.